കഴിഞ്ഞ മന്ത്രിസഭ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ചതിൽ പുനരന്വേഷണം നടത്താൻ UDF സർക്കാർ തീരുമാനം. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുക. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ആലോചന. 2003 നടന്ന നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്ന അനിൽകുമാർ സന്ദീപും ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഇതിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മർദ്ദനമേറ്റവർ കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാർ തെളിവില്ലെന്ന് പറഞ്ഞു. ദൃശ്യങ്ങൾ സമർപ്പിച്ചതോടെ തുടരന്വേഷണം നടത്താൻ ആലപ്പുഴ കോടതി ഉത്തരവിട്ടു. എന്നാൽ അന്ന് സർക്കാർ അതിന് തയ്യാറായില്ല. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ പുനരന്വേഷണം പ്രഖ്യാപിച്ചു. നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. സ്വാഭാവിക നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അന്ന് മർദ്ദനമേറ്റവർ പങ്കുവച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാതൃകാപരമായ ഒരു നടപടി കൂടി വരും. എന്നാലേ ആ ഒരു സന്തോഷം ഞങ്ങളെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഒരു സന്തോഷം പൂർണ്ണതോതിലെത്താൻ ഈ SITയുടെ അന്വേഷണം പൂർത്തിയാകണം. ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ന്യായമായി ആ കേസിൽ ഒരു നടപടി ഉണ്ടാവണമെന്നുള്ളത് മാത്രമാണ്. പിന്നെ വെട്ടിയത് മഴ മറന്നാലും കൊണ്ടത് മരം മറക്കില്ലല്ലോ. ഞങ്ങളൊന്നും മറന്നിട്ടില്ല. കൃത്യമായി ആ വിഷയത്തിൽ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ ഇതിന് മുമ്പോട്ട് പോകുന്നു മാത്രമേ പറയൂ. അന്വേഷണത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അധികം വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശവും അന്വേഷണ സംഘത്തിന് നൽകും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിൽ നടന്ന പോലീസ് മർദ്ദനങ്ങളിലും അന്വേഷണം നടത്താനും ആലോചനയുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.